ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. بسم الله الرحمن الرحيم. الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനവുമായ കാര്യമാണ് ഈമാൻ അഥവാ സത്യവിശ്വാസം എന്നുള്ളത്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ഇത് പറയാതെ പോയിട്ടില്ല. ഈ ഉമ്മത്തിനു വേണ്ടി കടന്നു വന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സമുദായത്തിന് ഓതിക്കൊടുത്ത ഒരു കാര്യമാകുന്നു അത്. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ വചനത്തിലൂടെ റബ്ബ് പറഞ്ഞു, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവരെല്ലാവരും തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അവൻ്റെ മലക്കുകളിൽ വിശ്വസിച്ചവരാണ്, അവൻ്റെ ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചവരാണ്, അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചവരാണ്. ഒരു പ്രവാചകന്മാർക്കിടയിലും യാതൊരു വേർതിരിവും കാണിക്കാത്തവരാകുന്നു ആ മുഅ്മിനീങ്ങൾ. മാത്രമല്ല, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതൊന്നുകൂടി വിശദമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കാര്യം 6 ആയിക്കൊണ്ട് തന്നെ വളരെ ക്രമത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, രണ്ടാമതായിട്ട് മലക്കുകളിലുള്ള വിശ്വാസമാണ്, മൂന്നാമതായിട്ട് അവൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്, നാലാമത് അവൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്, അഞ്ചാമത് അന്ത്യനാളിലുള്ള വിശ്വാസമാണ്, ആറാമത്തേത് ആ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസമാണ്. അത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഇത് നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം പോരാ, അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ വിശ്വസിക്കുകയും അവൻ്റെ അവയവങ്ങളെ കൊണ്ട് അവൻ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ഈമാന് പൂർത്തിയാവുകയുള്ളൂ. നമുക്കറിയാം, ഇതിനെ ആര് നിഷേധിച്ചുവോ, ഈ ഒരു സംഭവത്തെ, ഈ ഒരു വിശ്വാസത്തെ ആര് നിഷേധിച്ചുവോ അവൻ ബഹുദൂരം വഴിപിഴച്ചവനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. 4-ാമത്തെ അധ്യായമായ സൂറത്തു നിസാഇൻ്റെ 146-ാമത്തെ വചനത്തിലൂടെ റബ്ബ് പറഞ്ഞു, വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. ആര് അള്ളാഹുവിനെയും അവൻ്റെ മലക്കുകളെയും അതുപോലെ തന്നെ അവൻ്റെ ഗ്രന്ഥങ്ങളെയും
അവൻ്റെ പ്രവാചകന്മാരെയും ആര് അവിശ്വസിച്ചുവോ അവൻ ബഹുദൂരം വഴിപിഴച്ചവനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഈമാനുള്ളവരായി മാറുമ്പോഴാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഈമാനുണ്ടായിത്തീരുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പോംവഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 8-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻഫാലിൻ്റെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതിത്തന്നു. വിശ്വാസികളുടെ ഗുണം പറയുകയാണ് അല്ലാഹു തആല, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അല്ലാഹുവിൻ്റെ ഖുർആൻ അവരെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അവർക്ക് ഈമാന് വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആന് അർത്ഥമറിഞ്ഞ് തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഈമാന് വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് സമാധാനം ഇറങ്ങുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ ഫത്ഹിൻ്റെ 4-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, ഈമാനുള്ളവർക്ക് വേണ്ടി അല്ലാഹു സമാധാനം ഇറക്കി കൊടുക്കുമത്രേ. അതുകൊണ്ട് സമാധാനം ഇറങ്ങാൻ, ഈമാനുള്ളവരായി മാറാൻ നമ്മൾ ശ്രമിക്കുക. ഖുർആന് നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെല്ലാവിധ തൗഫീക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. بآيات الكتاب البينات بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين